ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും അതുപോലെ നമ്മുടെ വിക്രം കൂടി ഇങ്ങനെ ബൈക്കിൽ വരുന്ന സമയത്ത് ഒരു കടയുടെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്താൻ വേദ വിക്രത്തോട് പറയാം. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. പോയിട്ട് വേഗം വരാൻ പറഞ്ഞു വിക്രം. അതെന്ത് പണിയാ സ്വാമി ഇങ്ങ് ഇറങ്ങിക്കെന്ന് പറഞ്ഞു. അതെന്തിനാ? അല്ല, ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു കടയിൽ ചെന്നു. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 2-3 കറുത്ത ഷർട്ട് വേണമെന്ന് പറഞ്ഞു. കറുത്ത ഷർട്ട് കൊണ്ടുവന്ന് നോക്കട്ടെ, സ്വാമിക്കാണല്ലേ? നോക്കട്ടെ. അപ്പോൾ എന്തിനാ ഇപ്പോൾ കറുത്ത ഷർട്ട്? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വിക്രമേ. കറുത്ത മുണ്ട് ഉടുക്കണമെന്നല്ലേ ഉള്ളൂ. പണ്ട് മലയ്ക്ക് പോയിരുന്നവരെ മുണ്ടും ഒരു കറുത്ത തോർത്തും മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ആളുകളെ പോലെ ഷർട്ടും പാൻറ്റൊന്നും ഇട്ടിരുന്നില്ല. അതാണ് അന്ന് മുണ്ട് മാത്രം മതിയെന്ന് തീരുമാനിച്ചിരുന്നത്. ഇന്നതല്ലല്ലോ. കറുപ്പുടുക്കുക എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവനും കറുത്ത വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാട്ടോ എന്നാൽ കടക്കാരൻ ഇത് കേട്ടിട്ട് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് മലയ്ക്ക് പോകുമ്പോഴെങ്കിലും അത് വേണം കേട്ടോ എന്നാ ചേട്ടൻ ഇങ്ങനെ പറയുന്നു. സൈസ് എത്രയാന്ന് ചോദിച്ചു. അപ്പോൾ സ്ലിം ഫിറ്റ് മതി, 40 വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിക്രം അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ഷർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളതാണെന്ന് വേദ പറയുവാണ്. അപ്പോഴും വിക്രം വേദ അന്തം വിട്ട് നോക്കി തന്നെ നിൽക്കുക. ഹാഫാണോ ഫുള്ളാണോ? അപ്പോൾ ഫുൾ സ്ലീവ് മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോ ഷർട്ടുകൾ എടുത്ത് കാണിച്ചു. അങ്ങനെ വിക്രം ഷർട്ടുകളെല്ലാം ഇട്ട് നോക്കാനും ഒക്കെ ആയിട്ട് വേദ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ കുറേ ഷർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അതെല്ലാം എടുത്തു. അങ്ങനെ വിക്രം അതൊക്കെ ഒന്ന് നോക്കുവാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അതെല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പം എത്രയായി എന്ന് വേദ ചോദിച്ചു കേട്ടോ. അപ്പോൾ അദ്ദേഹം ക്യാഷും പറഞ്ഞു. അന്നേരം രണ്ടുപേരും കൂടി അത് വാങ്ങി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇനി മുതൽ എന്നും ഇത് ഇടണം കേട്ടോ എന്ന് വേദ വിക്രത്തോട് പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് അറിയാമെന്ന് പറഞ്ഞു വിക്രം. എല്ലാവരെയും തുല്യരായി കാണണം, സമ്പൂർണ്ണ സോഷ്യലിസം, ദൈവവും മനുഷ്യനും ഒന്ന്, തത്വമസി, അതല്ലേ പറയാൻ വന്നതെന്ന് ചോദിക്കുമ്പം അതതിൻ്റെ സോഷ്യൽ ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. സ്പിരിച്വലായിട്ട് ഒരെണ്ണം കൂടിയുണ്ട്. നിറങ്ങൾ ഒഴിവാക്കുമ്പോൾ ലൗകിക ജീവിതത്തിനോടുള്ള ഒരു ഭ്രമമാണ് മനുഷ്യൻ ഒഴിവാക്കുന്നത്. ജീവിതത്തോടുള്ള ഭ്രമമാണ് മനുഷ്യൻ അഹങ്കാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തിൽ നിന്നുള്ള മുക്തി, വൈരാഗ്യം എന്നിവ സംഭവിക്കാൻ കറുപ്പാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. വൈരാഗ്യം? ആരോട് വൈരാഗ്യം? അപ്പോൾ ആ വൈരാഗ്യം അല്ല, ജീവിത വൈരാഗ്യം, ലൗകിക ജീവിതത്തിനോടുള്ള ഒരു വിരക്തി എന്നൊക്കെ വേദ പറയുമ്പോൾ അങ്ങനെയല്ലേ, എന്നാ ഗുരുസ്വാമി കയറാൻ പറഞ്ഞു, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രവും വേദയും കൂടി ഇങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വിക്രം പറഞ്ഞു 1 മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ അവിടെ നിർത്തിയിട്ട് വിക്രം അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്ന് വേദയ്ക്ക് കൊടുത്തു. ഇതെന്താണെന്ന് ചോദിച്ചു. തുറന്നു നോക്കാൻ പറഞ്ഞു. വേദ തുറന്നു നോക്കിയപ്പോൾ സാരി. പകരത്തിന് പകരം അല്ലേ? അപ്പം അല്ല, ഇത് അന്ന് തന്നെ വാങ്ങിച്ചു തരണമെന്ന് കരുതിയതാണെന്ന് പറയാം. പിന്നെന്താ അന്ന് വാങ്ങിച്ചു തരാതിരുന്നത്? അപ്പോൾ നീ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതി. എന്ത് തെറ്റിദ്ധാരണ? ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വാങ്ങിച്ചു തരുന്നതെന്ന് നീ തെറ്റിദ്ധരിച്ചാലോ എന്ന്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച് തന്നത് ഇഷ്ടം കൊണ്ടല്ലേന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഇപ്പം ഞാൻ സ്വാമിയല്ലേ, വീരുക്തിയും വൈരാഗ്യമൊക്കെ ഉള്ളവനല്ലേ, അപ്പോൾ പിന്നെ ഇഷ്ടത്തിലൊന്നും വലിയ പ്രസക്തി ഇല്ലല്ലോ എന്ന് വിക്രം വേദയോട് പറയുമ്പം എന്നും പറഞ്ഞ് വേദ ചിരിക്കുക. അത് മഞ്ചാടിക്കുരു വാരിയിട്ടാലേ കുസൃതി കൂടുമെന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് ഇത്ര പെട്ടെന്ന് കൂടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാം അറിയുന്ന വേദയ്ക്ക് ആ അറിവ് തെറ്റിപ്പോയി കേട്ടോ എന്ന് വിക്രം പറയാം. മഞ്ചാടിക്കുരുവിന് വികൃതിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരുപാട് വലിയ വിലയുള്ള വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനൊപ്പം പ്രാധാന്യമുണ്ട്. വിലയില്ലാത്ത മഞ്ചാടിക്കുരുവിന് എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ അതിന്. അപ്പോൾ ശരി സ്വാമി, ഇനി അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളാം, നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വീട്ടിലോട്ട് പോവാം. അവർ വീട്ടിലേക്ക് പോയ സമയത്ത് അമ്മ വിഷുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ വള അലമാരിയിൽ ഇരുന്ന് തപ്പുക. വിനായകൻ എന്ന് പറയുന്ന പെരുങ്കള്ളനാണെങ്കിൽ അപ്പുറം പേടിച്ച് വരച്ചിരിക്കുക. അപ്പോൾ മാഷേ ആ വള ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു. കാണുന്നില്ലേ? അത് മാഷേ അതിവിടെ കാണുന്നില്ല, ഞാൻ അലമാര മുഴുവനും നോക്കി, അവിടെ ഒന്നും ആ വളയില്ല എന്ന് പറഞ്ഞു. അപ്പം നീ ഇച്ചിരി സാവകാശം നോക്കുക, ഈ വീട്ടിൽ അലമാരിയിൽ നിന്ന് അത് എങ്ങോട്ട് പോകാനാണെന്ന് മാഷ് ചോദിക്കാം. ഇനി ഞാൻ അന്വേഷിക്കുന്ന സ്ഥലം ഒന്നുമില്ല മാഷ് വേണമെങ്കിൽ വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നന്ദിനി ഇത് കേട്ടു. നന്ദിനി ഇങ്ങനെ അവിടെ ഇങ്ങനെ നോക്കുക. അങ്ങനെ അവർ രണ്ടുപേരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നന്ദിനി റൂമിലേക്ക് വന്നു. എൻ്റെ ദൈവമേ, ഇത് എങ്ങനെ പോയി എന്ന് പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുക. ഇവിടെ തന്നെ കാണുമെന്നേ, അല്ലാണ്ട് എവിടെ പോവാനാണെന്ന് ചോദിച്ചു മാഷ്. അന്നേരം അത് ഇനി വേറെ എവിടെ പോവാനാ? അന്നേരം അതെ അമ്മയുടെ അലമാരിയിൽ വെച്ച മുതൽ വേറെ എവിടെ ഉണ്ടാവാനാണെന്ന് നന്ദിനി ചോദിക്കും കേട്ടോ. അന്നേരം അത് പറയേണ്ടത് എൻ്റെ മക്കളും മരുമക്കളും തന്നെയാണ്, വേറെ ആരും ഈ വീടിന് പുറത്തുനിന്ന് വരാനില്ലല്ലോ എന്ന് പറഞ്ഞു. കമല നീ എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വിക്രവും വേദ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കമല. വിനായകനും വിശ്വനും ഉണ്ടല്ലോ, അവരെയും അവരുടെ ഭാര്യമാരെയും വിളിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദിനി ഓടുക. നീ എങ്ങോട്ടാ നന്ദിനി ഓടുന്നേ? പോയി വിനായകനെ വിളിച്ചോണ്ട് വാ. ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് ഓടുക. അപ്പോഴേക്കും നമ്മളിതൊരു സംശയത്തിൻ്റെ ഇതായി പോവില്ലേ പിള്ളേരോട് ചോദിച്ചാലെന്ന് കമല ചോദിക്കുമ്പം സംശയിക്കൊന്നുമില്ല, സത്യാന്വേഷണം മാത്രമേ ഉള്ളൂ ഇതിൽ. കമല നീ ചെല്ലാൻ പറഞ്ഞു. നന്ദിനി എന്നിട്ട് ഓടിച്ചെന്ന് നന്ദിനിയുടെ അലമാരി തപ്പു, ഇനി അതിനകത്തെങ്ങാനും ഉണ്ടോ എന്ന്.
അപ്പോൾ അതിനകത്ത് കണ്ടില്ല. എൻ്റെ ദൈവമേ, അപ്പോൾ വിനയേട്ടൻ എടുത്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സമാധാനമായിട്ട് നിൽക്കുക നന്ദിനി. നന്ദിനി അതാ വരുന്നമേ എന്ന് പറഞ്ഞു ഒച്ചത്തിൽ അങ്ങ് വിളിച്ചു. എന്നിട്ട് ധൈര്യമായിട്ട് അങ്ങ് ചെല്ലുക. കാരണം സ്വന്തം അലമാരിയിലില്ലല്ലോ. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാ നീ വിളിച്ചത് സുധാകര എന്ന് അച്ചമ്മ ചോദിച്ചു. അന്നേരം കമല അലമാരിയിൽ വെച്ചിരുന്ന ആ ഒരു വള കാണാനില്ല എന്ന് പറഞ്ഞു. വള കാണാനില്ലേ? അതെ അമ്മേ, 2 ദിവസം മുൻപ് വരെ കമല അത് കണ്ടിരുന്നതാണെന്നും അതെവിടെ പോയിന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ബാധ്യതയാണെന്നും മാഷ് പറയൂ കേട്ടോ. ഏതായാലും പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതെടുത്തുകൊണ്ട് പോകില്ല എന്ന് പറയുമ്പം അപ്പം അച്ഛൻ പറയുന്നത് ഞങ്ങളാരെങ്കിലും ഇതെടുത്തതെന്നാണോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ നന്ദിനി എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് മാഷ് പറഞ്ഞു. പിന്നെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വിനായകനൊന്നും മിണ്ടാതെ മൂലയ്ക്ക് മാറി നിൽക്കുക. നിങ്ങളാരും അറിയാതെ അത് പോകില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളാരെങ്കിലും അത് എടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുക നന്ദിനി. അപ്പം നന്ദിനി വെറുതെ അനാവശ്യ അർത്ഥം കണ്ടൊന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടാക്കരുത്. ഈ വീട്ടിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്നേ മാഷ് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് കമല പറയൂ കേട്ടോ. അല്ലല്ലേ, ഇത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ അപ്പനിട്ട ബർമുട അപ്പാപ്പനിട്ട വള്ളിക്കളസോ എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ എന്നും പറഞ്ഞ് നന്ദിനി. നീ എന്ത് ഭാഷയൊക്കെ നന്ദിനി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കമലയെ. അയ്യോ അമ്മേ, ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ നിൽക്കുക. പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാൾ അത് എടുത്തു എന്ന് തന്നെയല്ലേ അർത്ഥം. അച്ഛൻ പറഞ്ഞത് കൊണ്ട് അർത്ഥം മാറിപ്പോകില്ല എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് നന്ദിനി പറയാം. അപ്പം അച്ഛമ്മ ഇങ്ങനെ നിൽക്കുക. അന്നേരം എടി നിർത്ത് നന്ദിനി, സാധനം കാണാനില്ല, ഇവിടെ ആർക്കെങ്കിലും അറിയാമോ എന്ന് അച്ഛൻ ചോദിച്ചു. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ എന്ന് വിനായകൻ ചോദിക്കാം. അങ്ങനെ അറിയില്ല എന്നും പറഞ്ഞു ഒഴിഞ്ഞാൽ പോയ മുതൽ തിരിച്ചു കിട്ടുമോ എന്നും അച്ഛമ്മ ചോദിക്കാം. പിന്നെ എന്ത് ചെയ്യണം? പരിശോധിക്കണോ? പരിശോധിച്ചോ, വേണമെങ്കിൽ ഞങ്ങളുടെ പെട്ടിയോ അലമാരിയോ ഒക്കെ പരിശോധിച്ചോ, വേണമെങ്കിൽ ദേഹ പരിശോധനയ്ക്ക് വേണമെങ്കിലും ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു നന്ദിനി ഇങ്ങനെ ഫുൾ സെറ്റപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ശ്രീജിയും വിശ്വനൊക്കെ അന്തം വിട്ട് നിൽക്കുക. പക്ഷെ അതുപോലെ എല്ലാവരുടെ മുറികളും പരിശോധിക്കണമെന്നേ ഉള്ളൂ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആരംഭിച്ചവർക്ക് അതിൻ്റെതായ ചെലവുകളും കാണുമല്ലോ. ഇന്ന് നന്ദിനിയുടെ വക ഒരു ഡയലോഗ്. നന്ദിനി അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ എങ്ങനെ യൂണിറ്റ് ആരംഭിച്ചതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് ശ്രീജ പറഞ്ഞു. എത്ര രൂപ ലോൺ എടുത്തെന്നും അതെന്താ കിട്ടിയതെന്നൊക്കെ ഞാൻ ആരോടും ഇവിടെ ഒളിച്ചു വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അന്നേരം അത് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. ഞാൻ പറഞ്ഞതുപോലെ പെട്ടിയും അലമാരയും തുറന്നു കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കാൻ പറഞ്ഞു. ഇത്ര ഉറപ്പോടെ നീ പറയാൻ എന്താ കാരണം? നീ അതിലെവിടെയെങ്കിലും അതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ശ്രീജ ചോദിച്ചു. അത് ശരി, എങ്ങാനും നിങ്ങളുടെ കയ്യിൽ നിന്നത് കണ്ടെടുത്താലും അത് എൻ്റെ തലയിൽ തന്നെ കൊണ്ടുവന്ന് ഇടുവല്ലേ എന്ന് നന്ദിനി ചോദിക്കുക. വിനായകൻ പേടിച്ച് ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടുന്നില്ല. നന്ദിനി കസരി കയറുക. അപ്പോൾ കൊള്ളാലോ എൻ്റെ ശ്രീചേച്ചി, നിങ്ങൾക്ക് ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടെന്ന് ഞാൻ കരുതിയില്ലെന്ന് നന്ദിനി. ഇനി നിർത്ത്, മിണ്ടിപ്പോകരുത് രണ്ടുപേരും എന്ന് കമല അന്നേരം പറഞ്ഞു കേട്ടോ. പോയത് എൻ്റെ മുതലാ, അത് ഞാനങ്ങ് സഹിച്ചു എന്ന് കമല പറയുമ്പോൾ വിനായകന് കുറച്ചൊരാശ്വാസം. ഒരു വീടിനെ തമ്മിലടിപ്പിക്കാൻ ഇത്ര മാത്രം ഇവള് പറയുന്നത് കേട്ടിട്ടും നിനക്കൊന്നും മിണ്ടാനില്ലേ വിനായക എന്ന് ചോദിച്ചു. അത് വായി നോക്കി നിൽക്കാതെ അവളുടെ കരണക്കുറ്റി നോക്കിയോളം പൊട്ടിക്കട വിനായക എന്ന് അച്ചമ്മ അന്നേരം പറയൂ കേട്ടോ. അന്നേരം മതി, അടിയും ബഹളവും ഒന്നും ഇവിടെ വേണ്ട. കമല പറഞ്ഞതുപോലെ അവളുടെ മുതൽ പോയത് അവളങ്ങ് സഹിച്ചോളും. പക്ഷേ അച്ഛാ, നന്ദിനി പറഞ്ഞതുപോലെ എന്ത് പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാട്ടോ എന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. അന്നേരം വേണ്ട വിശ്വം, നീയും ശ്രീജയും അറിഞ്ഞുകൊണ്ടത് ചെയ്യില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം അച്ഛൻ അവരെ സംശയമില്ല. ഇനി അമ്പലത്തിലേക്ക് പോയിരിക്കുന്ന ഇളയവനെയും ഭാര്യയും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അതും ഇനി ഇല്ല എങ്കിൽ പ്രതി ഞാനാണെന്ന് സഭയിലങ്ങ് വിധിച്ചാൽ മതിയല്ലോ എന്ന് നന്ദിനി നിന്നിങ്ങനെ പറയൂ കേട്ടോ. എൻ്റെ പൊന്ന് ഈശ്വര, വല്ലവരും ചെയ്ത തെറ്റിന് ഞാനാണല്ലോ പണി കേൾക്കേണ്ടി വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കരുന്നു. ഇത് ചെയ്തവൻ ആരാണെങ്കിലും അവൻ്റെ തലയിൽ ഇടത്തേ വീഴണേന്നും പറഞ്ഞ് ഇത് ചെയ്തവൻ ആരാണെങ്കിലും അവരെ കാലുപാമ്പ് കൊത്തും മൂക്കിക്കോന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി നിന്നും പ്രാകുക. വിനായകൻ അവിടെ നിന്ന് ഓരോ പ്രാഗും നെഞ്ചത്തിടിച്ചിടിച്ചിടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇവർ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ചു. എന്നിട്ട് മാഷും കമലയും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അവർ രണ്ടും പോയപ്പോൾ പിള്ളേരെ നിങ്ങൾ അങ്ങോട്ട് ചെന്നേന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ശ്രീജയും വിഷ്ണുയും പറഞ്ഞു വിട്ടു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വിനായക, നീ അവർക്ക് വലുതും സഹായിച്ചു കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നീയും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല് വിനായക എന്ന് അച്ഛമ്മ വിനായകനോട് പറയുമ്പോൾ അങ്ങനെ വിനായകൻ ഇപ്പം ആരെ സഹായിക്കുന്നില്ല എന്ന് നന്ദിനി വിധിച്ചു. എന്നാ വേണ്ട, എന്നാ നീയും നിന്റെ അച്ഛയും കൂടി അടുത്ത ദുഷിപ്പ് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. അല്ല പിന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അച്ഛമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനി നിന്ന് എന്ന് പറഞ്ഞ് നിന്ന് കാറിക്കൊണ്ടിരിക്കുക. എന്നാലും ഇത്തിരി കൂടിപ്പോയി നന്ദിനി എന്ന് വിനായകൻ. എന്നാൽ പിന്നെ നിങ്ങളും കൂടി എൻ്റെ മെക്കട്ടങ്ങ് കയറിക്കും. അല്ല പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് തുള്ളിയേച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. വിനായകൻ പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുക. ഇതൊന്നും അറിയാതെ അമ്പലത്തിൽ പോയിട്ട് വിക്രവും ഏതെങ്കിലും കൂടെ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ല, ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിച്ചു. എന്തായാലും മോഷ്ടിച്ചതല്ലല്ലോ. അപ്പോൾ അയ്യടാ തമാശ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് വേദ ഇരിക്കുക. ഏതായാലും ജോലി എടുത്ത് കാശുണ്ടാക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു.
ജൂനിയേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർക്ക് എത്ര വരുമാനം ഉണ്ടാകും എന്നൊക്കെ എനിക്കറിയാം. അത് തന്നെയാണ് കാരണമെന്ന് വിക്രം വേദയോട് പറയാം. അതുകൊണ്ട് ഞാൻ കടം വാങ്ങിച്ചു എന്നാണോ പറയുന്നത്? അല്ല, അതൊന്നും അങ്ങനെ ആയിക്കൂടെ? എന്നാൽ ആരുടെ കയ്യിൽ നിന്ന് അതൊന്ന് പറഞ്ഞേ. ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരിക്കും. സുധാകര മാഷിൻ്റെ കയ്യിൽ നിന്നോ? നല്ല കാര്യമായി എന്നും പറഞ്ഞ് വേദ ഇങ്ങനെ ഇരിക്കുക. പിന്നെ അമ്മയാണോ? അല്ല, പിന്നെ ആരുടെ കയ്യിൽ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം വണ്ടി അങ്ങ് നിർത്തിയിട്ട്, നിൻ്റെ അച്ഛൻ നിൻ്റെ പേരിൽ കാശിട്ട് തന്നോ? പിന്നെ അപ്പോൾ ദേ സ്വാമി, അച്ഛനെ വിളിച്ചാലുണ്ടല്ലോ. അയ്യോ, ഞാൻ അച്ഛനെ വിളിച്ചതൊന്നുമല്ല, ആ കാശാണെങ്കിൽ അതുകൊണ്ട് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് വിക്രം പറയുക. മലയ്ക്ക് മാല ഇട്ടിരിക്കുന്ന ആൾക്ക് അങ്ങനെയുള്ള തോന്നലുകളൊന്നും പാടില്ല കേട്ടോ. ആര് തന്നാലും അത് വാങ്ങണമെന്നാണ് നിയമം, മനസ്സിലായോ? പിന്നെയും പക്ഷേ ഈ കാശ് അതൊന്നും അല്ല മാഷേ. സ്വാമി വണ്ടി എടുക്കും, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറയാം. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഫീസായതെന്ന് പറഞ്ഞു. ശ്രീകാര്യം ശ്രീനിവാസനെതിരെയുള്ള കേസ് നടത്തുന്നതിന് വേണ്ടി എനിക്ക് കിട്ടിയ ആദ്യത്തെ ഫീസാണെന്ന് വേദ പറയാം. അപ്പോഴത്തേക്കും വിക്രം കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ദേഷ്യപ്പെടുക. എന്നിട്ട് അതുകൊണ്ട് എനിക്കെന്തിനാ നീ ഷർട്ട് വാങ്ങിച്ചെന്നു ചോദിച്ചു. അതിനിപ്പോൾ എന്താ പാട്? അതിനെന്താ കുഴപ്പം? ഞാൻ ചെയ്യുന്ന ജോലി, ആ ജോലിക്ക് വേണ്ടുന്ന ഫീസ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാലറി അത് വാങ്ങിച്ചു. അതിൽ നിന്നും സ്വന്തം ഭർത്താവിന് തന്നെ ഷർട്ട് വാങ്ങുകയും ചെയ്യുന്നതിൽ എന്ത് പ്രതികാരമുള്ളതെന്ന് ചോദിച്ചു. നിന്നോട് അല്പം സൗഹാർദ്ദം കാണിക്കാൻ നോക്കുമ്പോഴൊക്കെ നീ എന്നെ എങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചു. അയാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതിഫലത്തിൽ നിന്നും അല്ലേ വിക്രം എനിക്ക് സാരി വാങ്ങിച്ചു തന്നെ? അപ്പം അതിൽ തെറ്റൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആണോ, അങ്ങനെയാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ആണോ എന്ന് വിക്രം വേദയോട് ചോദിക്കാം. മാസങ്ങളായിട്ട് ഞാൻ ശ്രീനി സാറിൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. ഈ പണം ഞാൻ വർക്ക്ഷോപ്പിൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെന്ന് വിക്രം വേദയോട് പറഞ്ഞു. വേദ അത് കേട്ട് അന്താളിച്ചിങ്ങനെ നിൽക്കുക. നീ പറഞ്ഞത് ശരിയാ, ഞാൻ ശ്രീനി സാറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്കതിനൊക്കെ കാശും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ അതിൻ്റെ പങ്ക് പറ്റിയിട്ടില്ല. ഞാനായിട്ട് എൻ്റെ വീട്ടിൽ ആർക്കും അത് ചിലവാക്കിയൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടും ഇല്ല എന്ന് വിക്രം പറയാം വേദയോട്. ആവശ്യമുള്ള നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷികത്തിന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് നീ പറഞ്ഞിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതും ദിവസം മുഴുവനും അധ്വാനിച്ചിട്ട്. ഓർമ്മയുണ്ടല്ലോ നിനക്കതൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. സാരമില്ല, ശ്രീനിവാസൻ സാറിനെതിരെ നടത്തുന്ന കേസിൻ്റെ ഫീസിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുകയൊന്നുമില്ല എന്ന് വിക്രം പറയും. ഓരോ തവണ ഇടുമ്പോഴും എനിക്കത് ഓർമ്മ വരുമല്ലോ എന്ന് വിക്രം വേദയോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്നൊരു ചെറിയ കുട്ടി സ്വാമി എന്നും പറഞ്ഞ് വിളിച്ചു കൂട്ടോ. അപ്പോൾ എന്നെ കൂടി കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ എവിടേക്കാണ് മാളികപ്പുറമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാനുള്ള സ്ഥലം ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നാൽ വേഗം കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ കയറ്റി വേദാന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും കയറ്റി അവർ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ അങ്ങ് പോകുക കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേദ മോളോട് ചോദിച്ചു, മോൾ എവിടെ നിന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ അതെ അപ്പോൾ തന്നെ അമ്പലത്തിലൊക്കെ പോകുമെന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ ഞാൻ തന്നെ ആ സ്കൂളിലേക്കൊക്കെ പോകുന്നതെന്ന് കുഞ്ഞ് പറയുക വിക്രത്തോട്. മിടിക്കുകയാണല്ലോ എന്ന് വിക്ര കൊച്ചിനോട് പറഞ്ഞു. അങ്ങനെ കൊച്ചിൻ്റെ വിശേഷമൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ വരുന്ന സമയത്ത് വിക്ര ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണാടിയിലൂടെ പുറകോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ എന്നാൽ കൊച്ചു പറഞ്ഞനുസരിച്ച് ആ വണ്ടി അവിടെ നിർത്തി കൊടുത്തു. ഒന്ന് മോളിവിടെ ഇറങ്ങിക്കോ എന്നും പറഞ്ഞാൽ കൊച്ചിനെ അവിടെ വേദ ഇറക്കി. എവിടെയും മോളുടെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിലേ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ മോള് മലയ്ക്ക് പോകണമെന്ന് ചോദിച്ചു. ഇന്ന് രാത്രി ആ കെട്ട് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരിയേ മോള് പോയിക്കോട്ടോ എന്നും പറഞ്ഞാൽ കൊച്ചിനെ പറഞ്ഞു വിട്ടു. മോളെ സൂക്ഷിച്ച് പോകണം കേട്ടോ എന്നും പറഞ്ഞ് പോയിട്ട് നിൽക്കുമ്പം കുറച്ച് പൈസ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൾ ആ സ്വാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇത് അവിടെ ഇടണമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞാൽ കൊച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആ കൊച്ചിൻ്റെ ടാറ്റയൊക്കെ കൊടുത്ത് അവരിങ്ങ് പോന്നു കേട്ടോ. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുമ്പോൾ വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ സൈഡിലുള്ള കണ്ണാടി കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ ഭയങ്കര ഒരു അഭിമാനം. അപ്പോൾ സോറി കേട്ടോ എന്ന് പറഞ്ഞു. എന്തിന്? വിക്രം സ്വാമിയെ തെറ്റിദ്ധരിച്ചതിൽ. അതിന് വേണ്ടിയിട്ടാണ്. എന്തിനാ നീ പൈസ കൊടുത്തു വിട്ടത്? അത് എന്നോട് പൊറുക്കണേന്ന് അയ്യപ്പസ്വാമിയോട് പറയാനാ എന്നിങ്ങനെ വേദ വിക്രത്തോട് പറയുക. എന്നോട് പൊറുക്കുമായിരിക്കുമല്ലേ, എന്താ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ വീണ്ടും എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്നേഹമുള്ളടത്തേ തോൽവിയും ജയവും ഒന്നും ഇല്ലല്ലോ, മനസ്സിലാക്കൽ മാത്രമല്ലേ ഉള്ളൂ എന്ന് വേദ അന്നേരം വിക്രത്തോട് പറഞ്ഞു. ഞാൻ വിക്രമിനെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് കരുതിയാൽ മതി കേട്ടോ എന്ന് വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.